ഓശാരന്തരളം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? അത് പരിഹസിക്കാറുള്ളതാണോ? അതിങ്ങനെ വഞ്ചിക്കാറുള്ളതാണോ? നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ? ആയത്തുൽ മുനാഫിഖ് സലാസത്തുൻ, മുനാഫിക്കിന്റെ ലക്ഷണം 3. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാ കള്ളം പറയാ. വൈദൽതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഈ അനുയായികൾ മുഴുവനും ഇദ്ദേഹത്തെ വിശ്വസിച്ചതല്ലേ? വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയാ. റബ്ബേ, ഞങ്ങളെ സീഡികൾ വാങ്ങി ദീൻ പഠിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്കും ഞങ്ങൾക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ സിറാജുൽ ഹുദ സ്ഥാപിച്ചത് മുതൽ റബ്ബേ നീ വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. പൊന്ന് തന്നവരുണ്ട്, പണം തന്നവരുണ്ട്. റബ്ബേ, അവർക്കൊക്കെയും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഈ അടുത്ത് നാദാപുരത്ത് വേദോറിയുമ്പോൾ നമ്മളെ ഹുസൈൻ മാഷ് കൊണ്ടെത്തന്ന് 500 രൂപ. എന്തേ? അന്ന് നാണയം വിഴുങ്ങിയതാണ് ഒരു കുട്ടി. നാണയം വിഴുങ്ങി 5 ദിവസം ഡോക്ടർമാർ കാത്തു. അൽഹംദുലില്ലാഹ്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കുന്നതിന് മുമ്പ് 5 ദിവസം ഡോക്ടർമാർ കാത്തു നിന്നിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ 500 രൂപ നേർച്ചയാണ്. 1/2 മണിക്കൂറിനിടയിൽ കുട്ടി അത് വയറ്റുന്ന് പുറത്തുപോയി. നാണയം 500 രൂപ കൊണ്ടെത്തുന്നു. ഹുസൈൻ മാഷ് ഇവിടെ ഇല്ലേ? കത്തും അഡ്രസ്സും എന്റെ അടുത്തുണ്ട്. ഇപ്പൊ അടുത്ത് അഷ്റഫാജിയുടെ കുട്ടിന്റെ കൈക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. ഭക്ഷണം നേർച്ചയാക്കി എന്റെ കുട്ടിക്ക്. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സിറാജുൽ ഹുദയിൽ വെച്ച് ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ചെറിയ കുട്ടികളുടെ പേര് അവിടെ കൊടുത്തു. പക്ഷേ ഞാൻ മർക്കസിൽ ചെന്നപ്പോ അവിടെയുള്ള നമ്മുടെ മർക്കസ് പബ്ലിക്കേഷൻസ് എന്നോട് പറഞ്ഞു, ഈ പ്രസംഗത്തിന്റെ CD ഞങ്ങൾ സൗജന്യ വിലക്ക് വിതരണം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് ഖൈർ. പക്ഷേ ഇതിന് കുറച്ച് ചെലവുണ്ടാവും. ആ ചെലവ് നിങ്ങൾ വഹിക്കണോ? ഓ, ഞങ്ങൾ വഹിച്ചോളാം. ഇപ്പൊ ഇവിടെ വന്നപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ സാഹസന്ന് വാങ്ങിത്തരണോ? ഞാൻ വാങ്ങിക്കൊടുക്ക, നിങ്ങളൊക്കെ തരുമെങ്കിൽ വാങ്ങിച്ചോളൂടെ. അതുകൊണ്ട് നിങ്ങളെ കൊടുക്കുന്ന സംഭാവന തരണം ഇതിന്റെ ചെലവിലേക്ക്. അവർക്ക് കൊടുക്കാനാണ്. കാരണം അവർ സൗജന്യ വിലക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഈ പരിപാടിയുടെ ചെലവ് മുഴുവൻ അവർ വഹിച്ചിരിക്കുകയാണ്. എനിക്ക് 5 പൈസ തരണം ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ കുട്ടിയായിട്ട് ഇതുവരെ പ്രസംഗിച്ചിട്ട് 5 പൈസ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. എന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ ഇതുവരെ ശമ്പളവും പറ്റിയിട്ടില്ല. അവകയിൽ അള്ളോട്ട് എന്നെ പട്ടിണിയാക്കിയിട്ടില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹുവേ, ഹഖ് ഹഖായി മനസ്സിലാക്കി അതിനെ പിന്തുടരാൻ ഈ ഉമ്മത്തിന് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നീ ഈ സ്ഥാപനത്തിന് തന്നതിന്റെ പേരിൽ 10 ലക്ഷം 12 ലക്ഷം രൂപ മാസത്തിൽ നീ നേർച്ചയായി ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് ഇനിയും വലിയ ഫലം കൊടുത്ത് ഈ സ്ഥാപനങ്ങൾ നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ.